ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഈവനിങ് വ്ളോഗ് കണ്ടാലോ. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അതേ ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ അടുക്കളയിലോട്ട് വന്നിട്ട് പുതിന ചായ ഇട്ടുണ്ടാക്കുന്നത്. അങ്ങനെ ചായ നല്ലോണം തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടി വെച്ചതായിരുന്നു കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ ഇത് ഇന്ന് കടി ന്യൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാണ് കേട്ടോ. ഒരു ചെറിയൊരു തക്കാളി എടുത്തിരുന്നു, പിന്നെ കേബേജ് അരിഞ്ഞ് വെച്ചിരുന്നു, 2 പച്ചമുളകും, പിന്നെ 2 ഉള്ളിയും ചെറുതായി കട്ട് ചെയ്തു, പിന്നെ ചപ്പ് എടുത്തിരുന്നു കേട്ടോ. അങ്ങനെ പാന ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ശേഷം ഇത് ഉള്ളി ആദ്യം അണ്ട് വഴറ്റാൻ വേണ്ടി വെച്ചു കേട്ടോ. പിന്നെ 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ. അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അതൊന്ന് നല്ലോണം വഴറ്റണം കേട്ടോ. എത്രയും പെട്ടെന്ന് വഴറ്റിക്കുന്നത് എത്രയും പെട്ടെന്ന് ചായ കുടിക്കല്ലേ. ഇവിടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അസർ നിസ്കാരം കഴിഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ ചായ കുടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഉള്ളി നല്ലോണം വഴറ്റും. അതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ചപ്പൊഴികെ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുത്തു. അങ്ങനെ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ അസ്രസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഷിബിലിമോനും എനിക്കും പള്ളിയിലേക്ക് പോയതായിരുന്നു. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ അവർ 2 പേരും വന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവനെടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് ന്യൂഡിൽസ് ഓരോന്ന് പാത്രത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം വഴണ്ടി വന്നിരുന്നു. അതിന് ശേഷം ഗ്രീൻ പീസ് വേവിച്ച് വെച്ചതുണ്ടായിരുന്നില്ല, അത് ഞാനൊരു ഇത്തിരി ഉപ്പിട്ടിട്ടായിരുന്നു കേട്ടോ വേവിച്ച് വെച്ചിരുന്നത്. അതും കൂടി അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ ന്യൂഡിൽസൊക്കെ വേണ്ട അത്യാവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ ന്യൂഡിൽസ് പാക്കറ്റ് മസാലപ്പൊടി ഉണ്ടല്ലോ, അത് ഓരോരോ പാക്കായിട്ട് അത് മൊത്തം ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ചു കേട്ടോ. പിന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് നല്ലോണം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ന്യൂഡിൽസ് ഉണ്ടല്ലോ അത് ഓരോന്നായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഞാൻ ഇടുമ്പോൾ വിചാരിച്ചു ഇതിൽ കൊള്ളൂലേ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഫുള്ള് എടുത്തും ചെയ്തു. ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ പിന്നെ തിന്നോളൂ എന്ന് വിചാരിച്ചിട്ടോ ഫുള്ള് എടുത്തത്. പിന്നെ ഇതിങ്ങനെ വെന്ത് തുടങ്ങുമ്പോൾ പിന്നെ താവുമല്ലോ, അപ്പോൾ പിന്നെ സാധനം കുറഞ്ഞു വരും ചെയ്യുമല്ലോ. പിന്നെ അതിൻ്റെ മുകളിൽ ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ കുറച്ച് ചപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ന്യൂഡിൽസ് റെഡിയായി. അതിന് ശേഷം ഇത് ആയപ്പോഴേക്കും മക്കൾ തിന്നാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. ഇക്കാണെന്നുണ്ടെങ്കിൽ പണി കഴിഞ്ഞ് വന്നതും ആയിരുന്നു കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കടി ഞാൻ ഒപ്പിക്കോട്ടെ എങ്ങനെയെങ്കിലുമൊക്കെ. ഞാൻ സാധാരണയായിട്ട് വൈകുന്നേരത്തേക്ക് അവല് അതുപോലെ റവ അങ്ങനെയുള്ളതൊക്കെ കൊണ്ടിച്ച് വെക്കാറാണ് ഇക്കാനെ കൊണ്ട്. പിന്നെ ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് പിന്നെ അവലും വെള്ളം ഉണ്ടാക്കും, അതുപോലെ വെത്തൊക്കെ വെള്ളം ഉണ്ടാക്കും. അങ്ങനെയൊക്കെയും ചൂടുകാലം ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ചിലപ്പം പിന്നെ ഫ്രൂട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ എല്ലാവരും കഴിക്കുക. അപ്പോൾ പിന്നെ ചായ ഒഴിവാക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇവിടെ ചായ കടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയാൽ മതി. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം ടേബിൾ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അധികം ഇവിടെ ഇരുന്നിട്ട് കേട്ടോ ചായ കുടിക്കാറ്. ചില സമയത്ത് ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡൈനിങ് ഹാളിലെ ടേബിളിൽ ഇരുന്ന് കുടിക്കും. അങ്ങനെ ഇത്തിരി ബാക്കിയായിട്ടാവും. പിന്നെ അത് അവിടെ തന്നെ വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടികളോ ആരെങ്കിലും കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് അത് അവിടെ വെച്ചു കേട്ടോ. പിന്നെ എനിക്കുള്ള പണി കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത പണി തുടങ്ങിയിട്ട് എന്താണെന്ന് വെച്ചാൽ പുറത്ത് അലക്കിയതൊക്കെ ഇട്ടിരുന്നു, അതൊക്കെ ഉണങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതൊക്കെ മടക്കി വെക്കുകയാണേ. ആദ്യമൊക്കെ ഞാൻ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ എടുത്ത് കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഒന്ന് വൈകുന്നേരം ആവാന്നൊക്കെ നമ്മുടെ ബാക്കിൽ പാമ്പിനെ കണ്ടതിന് ശേഷം ഉച്ച സമയത്തൊക്കെ മുറ്റത്തേക്ക് ഇറക്കാനൊക്കെ പേടിയാണ് കേട്ടോ. അതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷിബിലിമോന് പറഞ്ഞു ഞങ്ങൾക്കൊരു പണി ഉണ്ട് ഉമ്മച്ചി, നിങ്ങൾ വരണട്ടോ, ഞങ്ങൾ കളിക്കുന്നിടത്തേക്ക് ഒന്ന് വരണം. അങ്ങനെ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ അവർ ചെയ്യണ പണിയെടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെപ്പോഴും പറയും ഞങ്ങൾ ചക്കക്കൂട്ട ഉണ്ടാക്കുന്നുണ്ട് കളിക്കുന്നിടത്തെന്ന് പറയാറുണ്ട് കേട്ടോ. അങ്ങനത്തെ അവർ 3 പേരും കൂടിയിട്ട് ചക്കക്കൂട്ട ഉണ്ടാക്കിയതാണ് കേട്ടോ ഇവിടെ വെച്ചിട്ട്. ഇവർക്ക് പിന്നെ അത്യാവശ്യം പാചകങ്ങളൊക്കെ അറിയട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പള്ളിയിലെ അടുത്ത്, അപ്പോൾ അവിടെ അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുന്നത് കണ്ടിട്ടൊക്കെ ഇവർക്ക് അവിടെ നിന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ അതുപോലെ ഉണ്ടാക്കി നോക്കും കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ഓരോന്നുണ്ടാക്കും. അങ്ങനത്തെ ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ കണ്ടിട്ടാണ് കൊണ്ടുവന്നത്. ഇവിടെ ഷീറ്റിൻ്റെ ചോട്ടി ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ചക്കയാണെന്നുണ്ടെങ്കിൽ ശരിക്കും മൂത്തിട്ടൊന്നും ഇല്ല കേട്ടോ. അവരിട്ട ചക്കയല്ലേ, പിന്നെ അവർക്കതിൻ്റെ മൂപ്പൊന്നും അറിയില്ലല്ലോ. ഒരു ചെറിയൊരു ചക്കയാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ചക്കയെ കാണുന്നുണ്ടെങ്കിൽ അവർ പപ്പടം കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.